ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തൊരു കൂട്ട ഒഴുക്കാണ് കോൺഗ്രസിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്. പക്ഷേ വരുന്നവരെല്ലാവരും അത്ര ഫേസ് അല്ല എന്നാണ് ഇന്നിപ്പോൾ NK പ്രേമേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും കൂടുതൽ ഒഴുക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ BJP സംബന്ധിച്ച് കേരളം അവർ കണ്ണുവയ്ക്കുന്നുണ്ട്. അവർക്കൊരു ഫേസ് വേണം. മുകേഷ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിജയിച്ച ഒരാളാണ്, പരിചയമുണ്ട്, മണ്ഡലത്തിലൊക്കെ പരിചയം. മുകേഷിന് നോട്ടയുടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മുകേഷ് ആക്ടറാണ്. മുകേഷ് ഈ പറഞ്ഞതുപോലെ മായ്ച്ചു കളയാൻ എളുപ്പം സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ അവർക്കുണ്ടാവും. പൊളിറ്റിക്കലായിട്ട് അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും താങ്കളുടെ നിലപാടുകൾ? ഇപ്പോൾ നേരത്തെ ഈ നടൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അല്ല, എൻ്റെ നിലപാടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു വളർന്നത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പൊടുന്നനെ വന്നതല്ല. പൊടുന്നനെ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാനമോഹിയും ധനമോഹവും ഒക്കെ ആയി. എൻ്റെ അച്ഛൻ 16 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. പകൽ മുഴുക്കെ പിന്നെ പഞ്ചായത്ത് പരിപാടിയും രാത്രിയിൽ നാടകവും രണ്ടും സക്സസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കുന്നത് കണ്ടവനാണ് ഞാൻ. അതായിരുന്നു എൻ്റെ ആത്മവിശ്വാസം. ഇവിടെ ഇലക്ഷന് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, സിനിമ നടന് എന്തോ അറിയാം. അപ്പോൾ എനിക്കറിയാവുന്നതും ഞാൻ കണ്ടു വളർന്നതും എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവർ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന 1748 കോടി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മിടുക്കെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പാർട്ടിയുടെ ഈ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ 7.5 കൊല്ലവും ഇടതുപക്ഷമായിരുന്നു. തോമസ് ഐസക് ആണെങ്കിലും ബാലഗോപാൽ മിനിസ്റ്റർ ആണെങ്കിലും രണ്ടുപേരും പല പബ്ലിക് ഫംഗ്ഷൻസിലും പറഞ്ഞിട്ടുണ്ട്, ഇയാൾ വന്ന് രാവിലെ ഓഫീസിലിരിക്കുമ്പോൾ എങ്ങനെയാ നോ എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് തോമസ് കുട്ടി വിട്ടോടാ എന്നൊക്കെ പറഞ്ഞ് രാമഭദ്ര എന്നൊക്കെ പറയും. അതൊക്കെ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ മണ്ഡലത്തിലുള്ള അഷ്ടമുടി സ്കൂൾ ഹൈടെക് ആക്കാൻ വേണ്ടി ചെറിയൊരു സ്കൂളായിരുന്നു. ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്കൂൾ ഇതെങ്ങനെ വന്നു? ഞാൻ ആദ്യം ചെല്ലുമ്പോഴത്തേക്ക് ബെഞ്ചിലിരിക്കുന്ന ഈ 60 കുട്ടികൾ 70 കുട്ടികൾ ഒരു കുടുങ്ങിയ ഒരു കുടിസ് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് വീഴുന്നു പോകുന്നു. അത് ഇപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്കൂളായി മാറി, ഹൈടെക്. അപ്പം ഞാൻ ആ മന്ത്രി ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പം ഇവർ കുശൂഷിക്കുന്നത് കാണും. മുകേഷ് എന്നല്ല, രാമഭദ്രൻ എന്നല്ല, തോമസ് കുട്ടി എന്നല്ല, അഷ്ടമുടി വരുന്നു. അങ്ങനെ പേരുണ്ട്. കാര്യം അഷ്ടമുടി സ്കൂളിന് എന്തായി, എൻ്റെ അഷ്ടമുടി സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര്, ഞാൻ പറഞ്ഞു നിങ്ങളത് എനിക്ക് ഇരട്ടപ്പേരെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, വിളിച്ചോളൂ. അത് രാമഭദ്രൻ എന്ന സിനിമയിൽ അറിയപ്പെടുന്നത് പോലെ അഷ്ടമുടി എന്ന രാഷ്ട്രീയത്തിൽ അറിയപ്പെടാനും ആഗ്രഹമുണ്ട്. വിളിച്ചോട്ടു, അതിനൊരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ച് പാർലമെന്റിലേക്ക് എത്തിയാൽ കശുവണ്ടി വരുന്നു എന്ന് വിളിക്കൂ. കശുവണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അമ്മുമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. കയ്യിൽ കശുവണ്ടി കറയുള്ള അമ്മുമ്മയുടെ കൂട്ടുകാരികൾ എല്ലാവരുടെയും കശുവണ്ടി കറയുള്ള അധ്വാനിക്കുന്ന ഭയങ്കര സഖാവ് ഭാർഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി പ്രവർത്തനവും അതേപോലെ തന്നെ അധ്വാനിക്കുന്ന കശുവണ്ടി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉന്നമനം എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എന്തായാലും പാർലമെന്റിലെ വോട്ടർമാരോട് താങ്കൾക്ക് പറയാനുള്ളത്, വിജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ താങ്കൾ ഇവിടെ ഈ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ചെയ്തത്, അതേപോലെ എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി താങ്കളുടെ കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ചില പ്രേക്ഷകരെ ട്രോളാൻ വേണ്ടി ചോദിച്ചു, മുകേഷ് ഏത് ഭാഷയിലായിരിക്കും അവരോട് സംസാരിക്കുക? അപ്പം ഹിന്ദി ഭാഷയെ സംസാരിക്കും. ഹിന്ദി അത്ര വശമില്ലല്ലോ അല്ലേ? ഹിന്ദി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അങ്ങനെ വലിയ വശമില്ല. പക്ഷേ ഈ മന്ത്രിമാരുടെ പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കട്ടെ, അവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അല്ല, അതിനല്ലേ എൻ്റെ ആക്ടിങ്. അതെ, ഞാനവരെ എൻ്റെ ഭാവപ്രകടനം കൊണ്ട് എൻ്റെ ദൈന്യത കൊണ്ട്